ഔസേപ്പച്ചൻ എങ്ങനെയാണ് ഗായകരെ തിരഞ്ഞെടുക്കുന്നത്? ഒരു പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഔസേപ്പച്ചന് മനസ്സിലൊരു ഗായകന്റെ മുഖം വരും. മനസ്സിൽ ഗായകന്റെ മുഖം അപ്പം വരത്തില്ല. പാട്ട് ചിട്ടപ്പെടുത്തി കഴിഞ്ഞ് അത് പാടുമ്പോഴാണ് അതിൻ്റെ സാധ്യതകൾ ഞാൻ മനസ്സിലാക്കുക. എന്തുമാത്രം ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തി ഔസേപ്പച്ചൻ തന്നെ പാടണം, പാടി നോക്കും ഞാൻ. അപ്പോഴാണ് ഒരു ഗായകന്റെയോ ഗായികയുടെ മുഖം മനസ്സിൽ വരൂ. അല്ല, ഏത് ഗായകനാണ് ഇത് സൂട്ടബിൾ ഇത് പാടാൻ സാധിക്കുക. ഒരു ഗായികയെ നമുക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കും. പുടമുറി കല്യാണത്തിൽ തുടങ്ങി ഡാം 999 ആ സിനിമ വരെ കുറേ നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ അങ്ങയുടെ സംഗീതത്തിൽ പാടി. സാറിൻ്റെ കൂടെ ഞാൻ ഇത്രയും വർക്ക് ചെയ്തതിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത, പാട്ടുകൾ പഠിപ്പിക്കുമ്പോൾ അങ്ങയുടേതായിട്ടുള്ളൊരു ഗമകം അതിനകത്ത് ചില സംഗതികൾക്കൊരു സ്പെഷ്യൽ ഒരു സാധനം അത് പാടിത്തന്ന് അതങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ഒരുപാട് പാട്ടുകളിൽ പാടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഇതായിരിക്കും, വ്യത്യാസമായിരിക്കും, പക്ഷെ അത് വേണമെന്ന് പറഞ്ഞ് പാടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എല്ലാവരോടും അങ്ങനെയാണോ അതോ ഫ്രീഡം കൊടുക്കാറുണ്ടോ സിംഗേഴ്സിന്? എല്ലാ സിംഗേഴ്സിനോടും പറയാറുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു സംശയമാണ്. അതൊന്നും എൻ്റെ ഉത്തരം കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ചിത്ര വളരെ തന്ത്രപൂർവ്വം ചോദിച്ചു. അല്ല, അത് സത്യമാണ് ആ ചോദ്യം. അതായത് ചെറിയൊരു കുനിപ്പ് പോലും അത് കർക്കശഭാവത്തോടെ പാടിക്കുന്ന ആളാണ് ഔസേപ്പച്ചൻ. ആഗ്രഹമാണ്, അങ്ങനെ തന്നെ വരണം. ഇത് എന്നോട് കാണിക്കുന്ന ഈ സമീപനം എല്ലാവരോടും തന്നെ കാണിക്കാറുണ്ടോ? ന്യായമായിട്ടുള്ള ചോദ്യമാണ് അത്. കറക്റ്റാണ്, ആ ചോദ്യം കറക്റ്റാണ്. കാരണം വളരെ ഇപ്പോൾ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു ഗായകനെ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ശൈലിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ട് പാടുന്ന ഒരു ഗായകൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്കെല്ലാവർക്കും വളരെ സമീപകാലത്ത് ബോംബെയിൽ നിന്ന് വന്ന് പാടിയ ഹരിഹരനാണ്. അപ്പോൾ ചിത്രയുടെ ഉത്തരത്തിന് ഏറ്റവും ഡിസ്റ്റൻസിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണം അതായിരിക്കും. അദ്ദേഹം എൻ്റെ പാട്ട് പാടാൻ വന്നു. പലപ്പോഴും പല പാട്ടുകളും പാടിയിട്ടുണ്ട്. പാടുമ്പോൾ അദ്ദേഹം മാറുമ്പോൾ ഞാൻ പറയും, കട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അത് നന്നായിട്ടുണ്ട്, ആ സംഗതി നല്ലതാണ്, പക്ഷേ ആ സംഗതി ഇങ്ങനെ മാറ്റിക്കോളൂ. അത് തന്നെ അല്ല, അങ്ങനെയൊന്നും പറയില്ല. ഹരിഹരൻ എൻ്റെ പാട്ടിന് പാടിയിട്ടുള്ള സംഗതികൾ ഞാനൊരു സംഗതി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഹരിഹരൻ മറ്റൊരു സംഗതി പാടുമ്പോൾ ഞാൻ പറയും വളരെ നന്നായിട്ടുണ്ട്, അതൊന്ന് ചെറിയ ചേഞ്ചസ് വരുത്തിക്കോളൂ. ഓ ടെൽ മീ, ഇങ്ങനെ ചേഞ്ച് വരുത്തി അദ്ദേഹം പാടിക്കഴിഞ്ഞപ്പോൾ അവസാനം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഗതി തന്നെയാണത്. ഞാൻ പാടാൻ ഉദ്ദേശിച്ച സംഗതി തന്നെയായിരിക്കും അദ്ദേഹത്തോട് ഞാൻ കെട്ടും. കാരണം അല്ലെങ്കിൽ വളരെ റെയറായിട്ട്, അതിപ്പോൾ ചിത്ര പാടുമ്പോഴും വ്യത്യസ്തമായിട്ടൊരു സംഗതി എനിക്ക് ആ പാട്ടിൻ്റെ കൂടെ ചേർന്നു എന്ന് തോന്നുന്ന സംഗതി പലപ്പോഴും ചിത്ര പാടിയിട്ടുണ്ട്. പാട്ട് ട്യൂൺ എന്ന് പറയുന്നത് വെറുതെ സ്വരങ്ങളല്ല, അതിൻ്റെ ഇൻ്റർപ്രറ്റേഷനാണ് ഒരു പാട്ട്, ഒരു സംഗീതത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ കുനിപ്പിനും ഒരു പ്രസക്തിയുണ്ട്. പ്രസക്തി ഭയങ്കരമായിട്ടുണ്ട്. ഒരു കുനിപ്പ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറിപ്പോകും പാട്ടിൻ്റെ. മൂഡ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് വേണമെങ്കിൽ ഒരു പാട്ട് ഇപ്പം വെറുതെ ഇതിപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതു സുന്ദര സ്വപ്നയവനിക നീക്കി നീ വന്നു, ലോല നീലാംബര ചാർത്തു വകഞ്ഞു നീ വന്നു. ഏതു ഇത് ഏതു എടുക്കുന്നത് ഏതു എടുക്കാം. ഏതു എന്ന് പാടിക്കഴിഞ്ഞാൽ അതൊരു മറ്റൊരു ഗാനമാവില്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ടേ. ദേവാങ്കണങ്ങൾ ഏതു, ആ സംഗതി അതാണ്. അപ്പം അതുകൊണ്ടെന്നല്ല, ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ഏതു സുന്ദര, അത്ര മതി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഗായകർ പെട്ടെന്ന് പാടി കൊടുക്കുമ്പോൾ എല്ലാവരും ഒരു വലിയ സംഗതി രജിസ്റ്റർ ആയിട്ടുള്ളത് ദേവാങ്കണത്തിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ മറ്റനേകം പാട്ടുകളുണ്ട്. എൻ്റെ മനസാക്ഷിക്ക് അനുസൃതമായിട്ട് ഞാൻ നീങ്ങത്തുള്ളൂ.